ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബോൺസായി എന്ന് പറയുന്ന സുധ ഉപാധ്യായ എഴുതിയ കവിതയാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കവിതയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിയതാണ്. ഇന്ന് ഫൈനൽ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാസ് 9 ഹിന്ദി എടുക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റത്തെ പാഠമായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് 9 ഹിന്ദിയിൽ നമ്മൾ നോക്കുമ്പോൾ ഉള്ള എല്ലാ പാഠത്തിൻ്റെയും നമ്മൾ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്തു. ഇത് ലാസ്റ്റ്. അപ്പോൾ ഇതോടുകൂടി ആ ഒരു സെക്ഷൻ വീഡിയോസ് കൂടി എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാഠത്തിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ പാഠത്തിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇനി വരുന്ന വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോയോടുകൂടി നമ്മൾ ഈ പാഠം തീർക്കാൻ നോക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേരിലേക്ക് വരുവാണെങ്കിൽ ബോൺസായി എന്നാണ്. കവിത്രിക നാം സുധ ഉപാധ്യായ. ഇത് കിസ് വിധാക്കി രചന ഹെ എന്ന് ചോദിക്കുകയാണെങ്കിൽ കവിതയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടത് എന്താണ്? അടിമത്തത്തിലേക്ക് മാറുന്ന ഒരു വ്യക്തിയാവാം, അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ സൂചിപ്പിക്കാനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ത്രീക്ക് സ്വതന്ത്രത, അപ്പോൾ സ്ത്രീയാണ് ബോൺസായി ആയിട്ട് അതിൽ ഉപമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മൈൻഡിൽ വെച്ചോളുക. അപ്പോൾ നമ്മൾ ബോൺസായിലേക്ക് വരുമ്പോൾ എന്താണ്? ആദ്യം അതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അത് പുറത്തായിരുന്നു. ഓക്കെ, ഒരു ചെടി പുറത്തായിരുന്നു, ഇതെല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതിന്. എന്നാൽ അതിനെ നമ്മളെന്താണ്, മനുഷ്യർ അതിനെ ഒരു ചെടിച്ചട്ടിയിലാക്കി വീടിൻ്റെ അലങ്കാരത്തിന് വേണ്ടി അകത്തേക്ക് കൊണ്ടുവച്ചു. അതോടുകൂടി അതിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായി, അത് ഡ്രോയിങ് റൂമിന് ഒരു അലങ്കാരം മാത്രമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ വരുന്നവരും പോരുന്നവരും എല്ലാം എന്താണ്, വളരെ ആശ്ചര്യത്തോടു കൂടി ആ ചെടിയെ നോക്കി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ്, അവിടം വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കാം. വളരെ ചെറിയ കവിതയാണ്. തുമ്നെ ആംഗൻ സെ ഹോത് കർ മുझे लगा दिया सुंदर गमले में, फिर सजा लिया हर के ड्राइंग रूम में, हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे में ബോൺസായി में तब्दील हो गई. ഓക്കെ, പതിയെ പതിയെ ഞാനൊരു ബോൺസായി ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത് ബോൺസായി അല്ലെങ്കിൽ ആ ഒരു ചെടി പറയുന്നതായിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ആ ബോൺസായി ആയിട്ട് മാറിയപ്പോൾ അതിനുണ്ടായിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ സ്ത്രീ സമൂഹം അല്ലെങ്കിൽ സ്ത്രീകളെ എടുത്ത് നോക്കുകയാണെങ്കിലും ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഈ രീതിയിൽ അടിമത്തത്തിൽ കഴിയുന്ന ഒത്തിരി ആളുകളുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെയാണ് ഈ കവിതയിലൂടെ കവയിത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നോക്കാം. മൗസം നെ ഫിർ കർവട്ട് ലി. മൗസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയാണ്. കർവട്ട് ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദൽ ജാന അല്ലെങ്കിൽ ചേഞ്ച് വരുന്നതിനാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മുച്മേ ലഗെ ഫൽ ഫൂലിനെ തുമേ ഫിർ ഡരായ. മുച്മേ ലഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലുണ്ടായ, ഫൽ ഫൂൽ, ഫൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം, ഫൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ, തുമേ ഫിർ ഡരായ, ഡരായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിച്ചു. അബ് കി തുമ്നെ മുझे ഉഖാഡ് ഫേങ്ക ഖൂരെ പർ. അബ് കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം, തുമ്നെ മുझे ഉഖാഡ് ഫേങ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചെറിയുക, ഖൂരെ പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കച്ചിരേമ അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് പറിച്ചെറിഞ്ഞു. ആവോ ദേക്കർ ജാവോ, ആവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരൂ, കണ്ടിട്ട് പോകൂ. യഹ മേരി ജഡേം ഓർ ഫെയിൽ ഗയി. ജഡേം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരാണ്, ഫൈൽ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ മീനിങ്സ് ആണ് പറഞ്ഞു പോയത്. അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാം. മൗസമിനെ ഫിർ കർവട്ട് ലി, മുझमें लगे फल फूल ने तुम्हें फिर डराया, अब की तुमने मुझे उखाड़ फेंका खूरे पर, आवो देख कर जाओ यहाँ मेरी जड़ें और फैल गई. മൗസമിനെ ഫിർ കർവട്ട് ലി. അപ്പോൾ എന്താണ്, കാലാവസ്ഥ മാറിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ചെടി എവിടെയായിരുന്നു? നമ്മൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ആ ചെടി ഡ്രോയിങ് റൂമിലൊരു അലങ്കാരമായിട്ടിരിക്കുമായിരുന്നു. കാലാവസ്ഥ വീണ്ടും മാറി. മുച്മേ ലഗെ ഫൽ ഫൂലിനെ തുമേ ഫിർ ഡരായ. അപ്പോൾ എന്താണ്, കാലാവസ്ഥ മാറിയപ്പോൾ ഇതിലെന്താണ്, പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഇത് കണ്ടപ്പം എന്താണ്, ഈ മനുഷ്യർ വീണ്ടും പേടിച്ചു. ഓക്കെ, കാരണം പേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു ഇഷ്ടപ്പെട്ടില്ല. അതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബോൺസായി നമ്മളെന്താണ്, ഒരു അലങ്കാരത്തിന് വേണ്ടി വീടിനകത്ത് വെക്കുന്ന ഒരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായ എന്താണ്, അവിടെ മോശമാവുകയും ചെയ്യും. കാരണം പൂക്കളൊക്കെ താഴെ വീഴും, പിന്നെ അതൊരു ഇറിറ്റേഷനായിട്ട് മാറും. അതുകൊണ്ടൊക്കെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിൽ കായും പൂവൊക്കെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അബ്കി തുമ്നെ മുझे ഉഖാഡ് ഫേങ്ക ഖൂരെ പർ. അപ്പോൾ എന്താണ്, മനുഷ്യരെന്താണ് ചെയ്തത്, ആ ചെടിയെ പിഴുതെറിഞ്ഞു. എങ്ങോട്ടെറിഞ്ഞു? കൂടെ കച്ചിരേമ അല്ലെങ്കിൽ വേസ്റ്റിലേക്ക്, അല്ലെങ്കിൽ പുറത്തേക്ക് അതിനെ വലിച്ച് എറിഞ്ഞു. ഓക്കെ, അതിൽ കായും പൂവും വരാൻ തുടങ്ങിയപ്പം മനുഷ്യന് പേടി തോന്നി. ഓക്കെ,
ആവോ ദേഖർ ജാവോ. ആവോ അപ്പോൾ എന്താണ്, പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം പറയുവാണ്, ബോൺസായി പറയുവാണ് ആവോ ദേഖർ ജാവോ, വന്ന് കണ്ടിട്ട് പോകൂ. യഹാ മേരി ജഡേ ഓർ ഫെയിൽ ഗൈ, ഇവിടെ എൻ്റെ വേരുകൾ വീണ്ടും വ്യാപിച്ചു, അല്ലെങ്കിൽ വേരുകൾ വീണ്ടും വളരാൻ തുടങ്ങി. കാരണം ചെടിച്ചട്ടിയിലിരിക്കുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. ഓക്കെ, എന്നാൽ പുറത്ത് എന്ന് വെച്ച് കഴിയുമ്പോൾ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി അതിന് എന്താണ് വളരാൻ സാധിച്ചു. ഓക്കെ, അതാണ് ഈ വരികളിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, കാലാവസ്ഥ മാറിയപ്പോൾ ആ ചെടിയിൽ കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടായപ്പം മനുഷ്യർക്ക് വീണ്ടും പേടി തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്കതൊരു ഇഷ്ടപ്പെടാതെ വന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ ചെടിയെ എടുത്ത് പുറത്തേക്ക് അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് എറിഞ്ഞു. അപ്പം എന്താണ് ബോൺസായി പറയുന്നത്, എന്താണ്, വന്ന് കണ്ടിട്ട് പോകും, ഇവിടെ എൻ്റെ വേരുകൾ വീണ്ടും വ്യാപിച്ചു, അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം അതിന് വീണ്ടും തിരിച്ചു കിട്ടി. ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയിൽ ഉള്ളത്. ഒരു ബോൺസായി എന്ന് പറയുന്ന എന്താണ് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കവിത പഠിത്തേ സമയം പ്രശ്നോ സെ ഗുസരെ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് നോക്കാം. നമ്മളതിനെ ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യും. ആംഗൻ സെ ഹോദ്കർ ഗംലെ മേ ലഗാ ദേനെ സെ പൗധേ മേ ക്യാ ക്യാ പരിവർത്തൻ ഹോ സക്തേ ഹൈ, അതായത് മുറ്റത്ത് നിന്ന് പറിച്ച് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചപ്പം ചെടിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു. ഓക്കെ, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. പിന്നെ ഡ്രോയിങ് റൂമെ ബോൺസായി അതിഥി ലോക ആശ്ചര്യ സെ ക്യോൻ ദേഖ്തേ ഹോങ്കെ, അപ്പോൾ എന്താണ് ആളുകൾ എന്തുകൊണ്ട് അതിനെ ആശ്ചര്യത്തോടു കൂടി നോക്കി, അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, ഡ്രോയിങ് റൂമിൽ അലങ്കാരമായതുകൊണ്ടാണ്. धीरे धीरे मैं बोनसाई में तब्दील हो गई, इससे आपने क्या समझा, मुझ में लगे फल फूल ने तुम्हें फिर डराया, इससे आपको क्या आशय मिला, बोनसाई में फल फूल लगने पर मालिक ने उसे पूरे पर क्यों फेंक दिया, എന്തുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞു വീണ്ടും വേസ്റ്റിലേക്ക്. ഹൂരെ पर बोनसाई की जड़ें और फैल गई का मतलब क्या है എന്ന് വെച്ചാൽ എന്താണ്, അവിടെ സ്വാതന്ത്ര്യം വീണ്ടും കിട്ടുകയാണ് അതിന്. कविता से विशेष अर्थ को सूचित करने वाले शब्दों को पहचाने. ഓക്കെ, എനിവേസ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, ആസ്വാദന ടിപ്പണി എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ ലാസ്റ്റ്, അതായത് 9th ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ വീഡിയോ ആയിരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. അത് വരുന്ന വീഡിയോസിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, so guys, see you in the next. तब तक के लिए ओके बाय.